നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന താജ് ഹോട്ടലാണ്. ഇവിടെ നിന്നൊരു ബോട്ടിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ അല്പം നേരത്തെ ആക്കി. നമ്മളിന്ന് രാത്രി തന്നെ ഇവിടെ തിരിക്കാനാണ് പ്ലാൻ. രാത്രി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ് റിട്ടേൺ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് 3 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് രാത്രി മാക്സിമം കൊളാബ് സ്പെൻഡ് ചെയ്യും. ഇതാണ് പ്ലാൻ. അപ്പോഴേക്കും ബോട്ടിംഗ് അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞ 2 ചേട്ടന്മാരാണ് ബാക്കിൽ. ബ്ലാക്കിലാണ് ബോട്ടിംഗ് ടിക്കറ്റ് എടുത്തത്. എല്ലാം ഉടായിപ്പാണ്. അല്ലാതെ കിട്ടുമെങ്കിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞു. അവന്മാർ ചിലപ്പം 10-300 രൂപ ആവുള്ളൂ. പക്ഷെ നമ്മള് പൈസ കൊടുത്ത് ജീവിച്ചു. നമ്മള് പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്തു. മറ്റുള്ളവരെല്ലാവരും പോകുമ്പോൾ നമ്മൾ 2 മാത്രം. ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവന്മാർ തേക്കുന്നാ വിചാരിച്ചു. ഇവിടെ വന്നിട്ട് 2 പയ്യന്മാരങ്ങ് കമ്പനിയുണ്ട്. അവന്മാർ അറേഞ്ച് ചെയ്ത് തന്നതാണ് ഈ ബോട്ട്. അത് 1/2 മണിക്കൂറോളം ബോട്ടിങ് നമുക്ക് മാത്രമായിട്ട് കിട്ടും. വലിയ കാശൊന്നും ആയിട്ടില്ല. നല്ല കുറച്ച് ഫോട്ടോസും എടുക്കാൻ പറ്റും. നമ്മളെ ബാക്കിലാണ് ഇന്ത്യ താജ് ഹോട്ടൽ. ലൈറ്റിംഗ് से अच्छा है अभी. തൊട്ട് ബാക്കില് താജ് ഹോട്ടലും തൊട്ടപ്പുറത്ത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒരേ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. आपका नाम? ഹക്കീബ്. ഹക്കീബ് ഭായി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. മറ്റേതല്ല, ഇത് ആർമിയുടെ ഒരു പരിപാടി ഉണ്ടോ? വെള്ളത്തിൽ ചാടാനേ പറ്റും. നമ്മളെ തേണായി നമുക്കിറങ്ങാം. കാണുന്നതാണ് അടൽ സേതു. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുണ്ടാക്കിയെടുത്ത പാലമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ക്ലിയർ അല്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിലോട്ട് കയറുമായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ക്രിക്കറ്റ് കിടക്കും. ശിവാജി നഗർ ക്രിക്കറ്റ് സ്റ്റേഡിയം. മുംബൈയിലെ ഓരോ കോണുകളിലും ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ പറ്റും. അതാണ് മുംബൈയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എല്ലാ ഗ്രൗണ്ടുകളും ബിസി ആയിരിക്കും. എല്ലാ ഗ്രൗണ്ടിലും ലോക്കൽ ടൂർണമെന്റ് നടക്കുന്നത്. നമ്മൾ ഈ റൂട്ട് പിടിച്ചത് തന്നെ ഈ ഒരു ബ്രിഡ്ജ് കയറാൻ വേണ്ടിയാണ്. നോക്കാം, ഈ കാണുന്നത് അടൽ സേതുവാണ്. നമ്മൾ അടൽ സേതുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ടോള് നൽകിയതിന് ശേഷമാണ് അടൽ സേതുവിലേക്ക് കയറിയത്. साइड मेरा इसके मोबाइल में ले किलोमीटर से हम कितना किलोमीटर है ये टोटल है 30 किलोमीटर. ഓക്കെ. ഇത്രയും ദൂരം നമ്മൾ ഇതിനകത്തൂടെ യാത്ര ചെയ്യണം. പാലത്തിന് മുകളിലൂടെയാണ്.
നമ്മള് ഒരു ഐലൻഡ്, അതായത് മുംബൈയിലേക്ക് ഇറങ്ങുക, മുംബൈ സിറ്റിയിലേക്ക് ഔട്ട് സൈഡ് വേൾഡ് കണക്ട് ചെയ്യാനാണ് ഈ പാലം പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം അവിടെ എത്താൻ പറ്റും. 1804 പണിയെടുപ്പിച്ച കെട്ടിടമാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, മുംബൈ. ഇതിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന്റെ സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടക്കും. ഇത് ബ്രിട്ടീഷുകാർ 1947 പോയി. ഇത് 1804 പണിയെടുപ്പിച്ചതാണ്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് നോക്കി. ിരിക്കുന്നത് മുംബൈയിലെ ഒരു 3 മാസം മുന്നേ ഓപ്പൺ ചെയ്ത ടണലാണ്, കോസ്റ്റൽ റോഡ് ടണൽ. കിतना കിലോമീറ്റർ है भाई? ये 3.5 किलोमीटर. 3 കിലോമീറ്ററോളം ടണലിനുള്ളിലൂടെയാണ് പോകുന്നത്. പക്ഷെ പലരും പറയുന്നത് ഇത് കടലിനടിയിലൂടെയാണ്. എന്നാൽ കടലിനടിയിലൂടെയല്ല, കെട്ടിടങ്ങളാണ് ഇതിന്റെ മുകളിൽ. ഇതിന്റെ മുകളിലൂടെ എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ്. മുംബൈയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പണക്കാരെല്ലാം കൊണ്ട് വീട് വെച്ചിരിക്കുന്നതും കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നതും ഈ ടണലിന്റെ മുകളിലാണ്. ഇത് ചെന്ന് ഇറങ്ങുന്നത് കടലിനോട് ചേർന്നാണെങ്കിലും ഇത് കടലിനുള്ളിലൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉബറിലുള്ള ഡ്രൈവർ ചേട്ടനാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. 3 കിലോ ഇത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. ഇറ്റലിയിലും മുംബൈയിലും ഒക്കെ, ദുബൈയിലൊക്കെ ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇത്തരം ടണലുകൾ. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇതൊരു കിടു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഏകദേശം 3 കിലോമീറ്ററോളം ടണലിനുള്ളിലൂടെ, അതും ഇന്ത്യയിലുള്ള ഒരു റോഡാണ്. ഇന്ത്യയും വളരുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുംബൈയിലെ ഈ ടണൽ. ടണലിൽ വെളിയിലിറങ്ങുന്നതും കൂടെ ഞാനൊന്ന് ഈ മണ്ണ് ഇവിടെ എല്ലാം മണ്ണിട്ട് നിവർത്തിയത് കടലിന്റെ നടുക്കാണ്. ഓക്കെ, കടലിന്റെ നടുക്ക് മണ്ണിട്ട് പൊക്കി, മിട്ടി എന്നാണ് പുള്ളി പറഞ്ഞത്. അത് മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇത്രയും ടണൽ ഉണ്ടാക്കിയത്. 2 സൈഡും കടലാണ്. ഓക്കെ, ദർഗയിലേക്ക് ഞങ്ങൾ വരുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല. ഓ, വെള്ളം വരുമ്പോ നിറയും കേട്ടോ. പള്ളിയിൽ അതുവരെ വെള്ളം. रात को वापस आएगा. अभी लौटेड है ना, लौटेड.